ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ലൈഫ് റൊട്ടീൻ ആൻഡ് സ്പൈസി കുക്കിംഗ്. ഇന്ന് നമുക്കൊരു നമ്മുടെ കന്യാകുമാരിയിൽ സ്പെഷ്യലായിട്ടുള്ള വിവേകാനന്ദ റോക്കും അതുപോലെ തന്നെ തിരുവള്ളുവർ സ്റ്റാച്യു ഒക്കെ കാണാനായിട്ട് പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിത് 2 വർഷത്തേക്ക് മുമ്പേ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ ഇട്ട് വലിയ സെറ്റപ്പിലാണ്. അപ്പോൾ കാണാത്തവർ ഒരിക്കലെങ്കിലും പോയി കാണുക. പിന്നെ തിരുവള്ളുവർ സ്റ്റാച്യു കാണാനായിട്ടും അതിൻ്റെ അടുത്ത് പോയി നമുക്ക് കാണാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അതിനായിട്ട് നമുക്ക് ബോട്ടിലാണ്, അപ്പോഴും ഞാൻ പോയ ടൈമിൽ നമ്മളെ ബോട്ടിലാണ് എന്ത് ചെയ്തത് കൊണ്ടുപോകുന്നത്. ഞാൻ പോയതിൻ്റെ അന്ന് അതില്ലായിരുന്നു, അപ്പം ഞങ്ങൾ പോയില്ല. പക്ഷേ ഇതിന് മുമ്പേ ഞാൻ പോയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് നമുക്ക് ടൂറ് പോയ ടൈമിലോ എന്നാൽ ഞാൻ അതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കവിടെ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്കതൊക്കെ നോക്കി എടുത്ത് നിന്ന് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാ സ്ഥലവും കണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിങ്ങും അവിടെ ഏത് സാധനം എടുത്താലും 10 രൂപ, 5 രൂപ, 15 രൂപ അങ്ങനെ ഒരുപാട് ഡ്രസ്സ് അങ്ങനെ ഒരുപാടുണ്ട്. ഞാനിത് അപ്പോൾ എടുത്ത ഒരു ചെറിയ ക്ലിപ്സ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഉദയം കാണാമെന്നാണ് ഞങ്ങൾ പോയത്. പക്ഷേ 6 മണിക്കൊന്നും വെയിറ്റ് ചെയ്ത് 6 മണിക്കില്ല, 5 മണിക്ക് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കണ്ടത് 7-7:30 ആയപ്പോഴാണ് കണ്ടത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് പിന്നെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അതെനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല, അത്രയും സ്പെഷ്യലായിരുന്നു. ഒരുപാട് പേര് പോകുന്ന സ്ഥലമാണ്. ഇപ്പം കുറച്ചുകൂടെ ഇതാക്കി, ഇപ്പോൾ കുറച്ച് റൂൾസൊക്കെ മാറ്റുമെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. നമുക്ക് ടിക്കറ്റൊക്കെ ഓൺലൈനിൽ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷേ ഞാൻ കുഞ്ഞുനാളിലൊക്കെ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണ്ട, ഇത്രയും ആൾക്കാർ ഇതിനേക്കാളും ആൾക്കാരുണ്ട്, പക്ഷേ നമ്മൾ ടിക്കറ്റൊന്നും എടുക്കണ്ട, പോയതും തന്നെ എല്ലാ കാര്യവും നടക്കും. ഇപ്പോൾ അങ്ങനെയല്ല. ആൾക്കാർ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ പഴയ നിരക്കം പോലെ തന്നെയാണ്. പക്ഷേ ഒരുപാട് റൂൾസും അതുപോലെ തന്നെ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ റൂൾസ് എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക. നമുക്ക് ബോട്ടും അതുപോലെ തന്നെ ഷിപ്പൊക്കെ പോകുന്നത് കാണാൻ പറ്റും ഇവിടെ. അതുപോലെ നൈറ്റ് ടൈം നമ്മൾ പോകുമ്പോൾ നമ്മുടെ LKയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ വിവേകാനന്ദ ടെമ്പിളിൻ്റെ ലൈറ്റും നമ്മുടെ തിരുവള്ളുവർ സ്റ്റാച്യുവിൻ്റെ സെറ്റപ്പൊക്കെ കാണാൻ അടിപൊളി വ്യൂ ആണ്. എനിക്ക് നൈറ്റും അതുപോലെ തന്നെ പകലും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് പകലിനെക്കാട്ടിലും നൈറ്റാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. മോർണിംഗ് ആകുമ്പോൾ നല്ല തിരക്കും അതുപോലെ തന്നെ വൃത്തിയുണ്ടാകും ചോദിച്ചാൽ വൃത്തി കുറവ് കുറച്ച് കൂടുതലാണ്. വേസ്റ്റും പ്ലാസ്റ്റിക്കും അതുപോലെ ഒരുപാട് വൃത്തി കുറവാണ്. അപ്പോൾ ഞാൻ പോയ ടൈമിലാണ്, ഇപ്പോൾ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കുറച്ച് ഇതാണ്. പിന്നെ നമ്മുടെ കടലിലൊക്കെ ഇറങ്ങി കുളിക്കാനും അതുപോലെ തന്നെ അതൊക്കെ അലൗഡാണ്, എല്ലാവരും കുളിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നിൽക്കും, ഫോട്ടോ എടുത്ത് തരാൻ. ഫോട്ടോ എടുത്ത് ഉടനെ തന്നെ നമ്മളെ കയ്യിൽ തരുന്നതായിരിക്കും. പിന്നെ ഞാൻ കുതിര സവാരിയൊക്കെ പോയിരുന്നു അവിടെ പോയ സമയത്ത്. ആ ക്ലിപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് ഗെയിംസ് അവിടെ ഉണ്ട്. ഫാമിലിയായിട്ടൊക്കെ ട്രിപ്പ് പോകുന്നവർക്ക് ബെസ്റ്റ് പ്ലേസാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.